ഹായ് ഓൾ. നമ്മൾ റൂട്ട് ലോക്കസ് ടെക്നിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് റൂട്ട് ലോക്കസ് ആണ്. അപ്പം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ ഡെഫിനേഷൻ, എന്താണ് അതിൻ്റെ റൂട്ട്സിനെ നമ്മൾ പോളെന്നാണ് വിളിക്കുന്നത്, അതിൻ്റെ എക്സ്പ്ലെയിനിലെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ സിസ്റ്റം സ്റ്റേബിളാണോ അൺസ്റ്റേബിളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്യും. റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് സ്റ്റെബിലിറ്റി അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് റൂട്ട്സ്. ഏതിൻ്റെ റൂട്ട്സ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ ലോക്കസാണ് നമ്മൾ വരയ്ക്കുന്നത്. ആ റൂട്ട്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണെങ്കിൽ മാത്രമേ സിസ്റ്റം സ്റ്റേബിൾ ആവുള്ളൂ. സോ നമ്മൾ എസ് പ്ലെയിൻ ആണ് എടുക്കുന്നത്, സിഗ്മ ആൻഡ് ജെ ഒമേഗ പ്ലെയിൻ. സിഗ്മ ജെ ഒമേഗ പ്ലെയിനിൽ എവിടെയാണ് ഈ റൂട്ട്സ്, അതായത് പോൾസ് സീറോസും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ചിട്ടാണ് സ്റ്റെബിലിറ്റി അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുന്നു. അതിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കും തരിക, അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം തന്നിട്ട് നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്കും ഒക്കെ തന്നിരിക്കും. അതിൽ നമ്മൾ സോൾവ് ചെയ്യുക. ദെൻ നമുക്കതിൻ്റെ റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്യണം. റൂട്ട് ലോക്കസ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയറാണ്. നമ്മൾ ഒരു ടിപ്പിക്കൽ സ്കെച്ചസ് ഉണ്ട്, എങ്ങനെയാണ് റൂട്ട് ലോക്കസ് എങ്ങനെയൊക്കെ ഇരിക്കാം എന്നുള്ളത്. ആ സ്കെച്ചസ് വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്. കുറച്ച് റൂൾസ് ഉണ്ട് അതിന്. അപ്പം റൂൾസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് റൂൾ 1 എന്ന് പറയുന്നത് റൂട്ട് ലോക്കസ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് റിയൽ ആക്സിസ്. റിയൽ ആക്സിസ് എന്ന് പറയുന്നത് സിഗ്മ ജെ ഒമേഗ പ്ലെയിൻ ആണ്. അതായത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്ലെയിൻ വരയ്ക്കുന്നു. റിയൽ ആക്സിസ് എന്ന് പറയുന്നത് സിഗ്മ, ജെ ഒമേഗ ആക്സിസ് ഇതാണ്, വൈ ആക്സിസ് ആണ് ജെ ഒമേഗ ആക്സിസ്, ഇമാജിനറി ആക്സിസ് ആണ് ജെ ഒമേഗ എന്ന് പറയുന്നത്, സിഗ്മ എന്ന് പറയുന്നതാണ് ദ റിയൽ ആക്സിസ്. അപ്പോൾ റിയൽ ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കണം. റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത് റിയൽ ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കണം. അപ്പോൾ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇങ്ങനെ വരണം, അതായത് ഈ റിയൽ ആക്സിസ് ഇതിന് ഈക്വലായിട്ട് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ പല മെത്തേഡിൽ പല റൂട്ട് ലോക്കസിൻ്റെ പ്ലോട്ട്സ് ഉണ്ട്, ടിപ്പിക്കൽ പ്ലോട്ട്സ് നമുക്കിവിടെ കാണാം. ഇങ്ങനെയൊക്കെയാണ് റൂട്ട് ലോക്കസിൻ്റെ ടിപ്പിക്കൽ സ്കെച്ചസ്. നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടേണ്ട സ്കെച്ചസൊക്കെ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? സിമെട്രിക്കൽ അബൌട്ട് റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു റൂട്ട് ലോക്കസ് ആണ്. സിമെട്രിക്കൽ അബൌട്ട് റിയൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് നമ്മുടെ റിയൽ ആക്സിസ് അല്ലെങ്കിൽ ജെ ഒമേഗ സിഗ്മ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ആക്സിസിന് സിമെട്രിക്കൽ ഇവിടെയുണ്ട്, ഇവിടെയും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ജെ ഒമേഗ പ്ലസ് ജെ ഒമേഗ ആൻഡ് മൈനസ് ജെ ഒമേഗയിൽ പ്ലോട്ട് വരുന്നതാണ് സിമെട്രിക്കൽ അബൌട്ട് റിയൽ ആക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഒരു സർക്കുലർ റൂട്ട് ലോക്കസാണ് കിട്ടിയേക്കുന്നത്. അതും സിഗ്മ എന്ന് പറയുന്ന റിയൽ ആക്സിസിന് റിയൽ ആക്സിസിനെ ഈക്വലി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സിമെട്രിക്കൽ അബൌട്ട് ദ റിയൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാവും സിമെട്രിക്കലാണ്, റിയൽ ആക്സിസിന് സിമെട്രിക്കലായിട്ടാണ് ഇവിടെയും ഫിഗർ വരുന്നത്. കണ്ടോ, റൂട്ട് ലോക്കസ് ഇവിടെയും റൂട്ട് ലോക്കസ് സിമെട്രിക്കൽ അബൌട്ട് റിയൽ ആക്സിസ്, ഇങ്ങനെയാണ് റൂട്ട് ലോക്കസ് പോകുന്നത്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ പ്ലോട്ട്സ് ആണ് റൂട്ട് ലോക്കസിൻ്റെ. അപ്പോൾ അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. റൂട്ട് ലോക്കസ് ഷുഡ് ബി സിമെട്രിക്കൽ അബൌട്ട് ദ റിയൽ ആക്സിസ്. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ഈച്ച് ബ്രാഞ്ച് ഓഫ് ദ റൂട്ട് ലോക്കസ് ഒറിജിനേറ്റ് ഫ്രം ആൻ ഓപ്പൺ ലൂപ്പ് പോൾ. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുക, അതിൻ്റെ പോൾസ് ആൻഡ് സീറോസ് ഐഡൻറ്റിഫൈ ചെയ്യുക. സീറോ, അതായത് സീറോയും പോളും നമ്മൾ മാർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ റിയൽ ആക്സിസ് ആണെങ്കിൽ പോളിനെ നമ്മൾ ക്രോസ് കൊണ്ടും സീറോയെ ഇങ്ങനെ റൗണ്ട് കൊണ്ടുമാണ് മാർക്ക് ചെയ്യുന്നത്. സീറോയെ സീറോ കൊണ്ട് മാർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. പോളിനെയാണ് നമ്മൾ ക്രോസ് കൊണ്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഓപ്പൺ ലൂപ്പ് പോൾസും ഓപ്പൺ ലൂപ്പ് സീറോസും മാർക്ക് ചെയ്യുന്നു. ഓപ്പൺ ലൂപ്പ് എന്താ പറഞ്ഞത്, ഓരോ ബ്രാഞ്ചും റൂട്ട് ലോക്കസിൻ്റെ ഓരോ ബ്രാഞ്ചും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓപ്പൺ ലൂപ്പ് പോളിൽ നിന്നും. അതായത് k = 0, ഗെയിൻ = 0 എന്ന് പറയുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത് ഓപ്പൺ ലൂപ്പ് പോൾ. ഓപ്പൺ ലൂപ്പ് പോളിൽ നിന്നും ഓപ്പൺ ലൂപ്പ് സീറോയിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഓപ്പൺ ലൂപ്പ് പോളിൽ തുടങ്ങി ഓപ്പൺ ലൂപ്പ് സീറോയിലായിരിക്കും എല്ലാ റൂട്ട് ലോക്കസും സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ റൂട്ട് ലോക്കസ് മാർക്ക് ചെയ്യുമ്പം അതിൻ്റെ ആരോ വരയ്ക്കും. ആരോ എവിടെ നിന്നായിരിക്കും? ഒറിജിനിൽ നിന്നും ടെർമിനേഷനിലേക്ക്. ഒറിജിൻ എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് പോള്, ദെൻ ടെർമിനേറ്റ് ചെയ്യുന്നത് ഓപ്പൺ ലൂപ്പ് സീറോയിലായിരിക്കും. അതായത് വിത്ത് കറസ്പോണ്ട്സ് ടു k =∞. ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്, ഓപ്പൺ ലൂപ്പ് സീറോസ് എന്ന് പറയുന്നത്.
അപ്പോൾ ദെൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഓഫ് റൂട്ട് ലോക്കസ് ടെർമിനേറ്റിംഗ് ഓൺ ഇൻഫിനിറ്റി. അതായത് നമുക്ക് പ്രോബ്ലം എടുക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഇപ്പോൾ ഒരു ഓപ്പൺ ലൂപ്പ് പോളിൽ തുടങ്ങി ഓപ്പൺ ലൂപ്പ് സീറോസ് ഇല്ലെങ്കിൽ അത് ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യുന്നു എന്നാണ് അസംഷൻ. സോ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഓഫ് റൂട്ട് ലോക്കസ് ടെർമിനേറ്റിംഗ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് n-m ആണ്. നമ്പർ ഓഫ് ഓപ്പൺ ലൂപ്പ് പോൾ മൈനസ് നമ്പർ ഓഫ് ഫൈനൈറ്റ് സീറോസ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മെഷറബിൾ അല്ലെങ്കിൽ നമുക്ക് കൗണ്ടബിൾ ആയിട്ടുള്ള സീറോ. നമുക്ക് ഇൻഫിനിറ്റിയിലുള്ള സീറോ ഏത് വഴി, അതായത് ജെ-ഒമേഗ ആക്സിസ് വഴിയാണോ മൈനസ് ജെ-ഒമേഗ ആക്സിസ് വഴിയാണോ ഇൻഫിനിറ്റി റീച്ച് ചെയ്യുന്നതെന്നൊക്കെ നോക്കണം. ദെൻ റൂൾ 3 എന്ന് പറയുന്നത് സെഗ്മെൻറ്റ്സ് ഓഫ് റിയൽ ആക്സിസ് ഹാവിങ് ഓഡ് നമ്പർ ഓഫ് റിയൽ ആക്സിസ് ഓപ്പൺ ലൂപ്പ് പോൾ പ്ലസ് സീറോസ് ടു ദെയർ റൈറ്റ് ആർ പാർട്സ് ഓഫ് ദ റൂട്ട് ലോക്കസ്. അത് നമ്മൾ വരയ്ക്കുമ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഇതിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്കത് ക്ലിയർ ആവില്ല, അത് പ്രോബ്ലം ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ദെൻ റൂൾ 4 എന്ന് പറയുന്നത് n-m റൂട്ട് ലോക്കസ് ബ്രാഞ്ചസ്, ദാറ്റ് ഈസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന n-m ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു റൂട്ട് ലോക്കസിന്. അതിൻ്റെ ഏത് വഴി എങ്ങനെയാണ് പോകുന്നത്, ഏത് സ്ട്രെയിറ്റ് ലൈൻ അസിംപ്റ്റോട്ട്സ് വഴിയാണത് പോകുന്നത്. അതിൻ്റെ റിയൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ ഇക്വേഷനാണ് 5a = 180 × 2q + 1/n-m. n-m എന്ന് പറഞ്ഞാൽ എന്താ, n-m നമ്പർ ഓഫ് റൂട്ട് ലോക്കസ് ബ്രാഞ്ചസ് ആണ് എവിടെയോട്ട് പോകുന്നത്, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. ദെൻ ക്യൂവിൻ്റെ വാല്യൂ 0, 1, 2 etc. n-m. ദെൻ റൂൾ 5 എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് അസിംപ്റ്റോട്ട് വിത്ത് റിയൽ ആക്സിസ് അറ്റ് s = സിഗ്മ a. അതായത് റിയൽ ആക്സിസിൽ എവിടെയാണ് റൂട്ട് ലോക്കസ് ടച്ച് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഇക്വേഷനാണ് നമ്മൾ അസംഷനാണെന്ന് പറഞ്ഞല്ലോ. ട്രയൽ ആൻഡ് എറർ വെച്ചിട്ടാണ് ഇത് പ്ലോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ കുറേ റിയൽ ആക്സിൽ എവിടെയൊക്കെ ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ജെ-ഒമേഗ ആക്സിസിൽ, ഇമാജിനറി ആക്സിസിൽ എവിടെയൊക്കെ ടച്ച് ചെയ്യും, ഇതുവഴിയായിരിക്കും ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. ഇപ്പം ഈക്വൽ നമ്പർ ഓഫ് പോൾ ആൻഡ് സീറോ, ഓപ്പൺ ലൂപ്പ് പോൾ ആൻഡ് സീറോ ഉണ്ടെങ്കിൽ പോൾ തുടങ്ങി സീറോയിൽ അവസാനിക്കും. ഇൻഫിനിറ്റിയിലേക്കുള്ള സീറോസ് ആണോ ഉള്ളതെങ്കിൽ അസിംപ്റ്റോട്ട്സ് വഴി ഡയറക്ഷൻ നമ്മൾ കൊടുക്കണം, ഏത് ആംഗിളിലാണ് റിയൽ ആക്സിസ് മേക്ക് ചെയ്യുന്നത്. ദെൻ റൂൾ 5 നമ്മൾ ഇത് സിഗ്മ പ്ലെയിനിൽ എവിടെ ടച്ച് ചെയ്യുന്നു, സിഗ്മ പോൾ സം ഓഫ് പോൾ മൈനസ് സം ഓഫ് സീറോസ് ബൈ n-m. ദെൻ റൂൾ 6 എന്ന് പറഞ്ഞാൽ ബ്രേക്ക് അവേ പോയിൻ്റ് ആണ്. ബ്രേക്ക് അവേ ആൻഡ് ബ്രേക്ക് ഇൻ പോയിൻറ്റ്സ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബ്രേക്ക് അവേ ആൻഡ് ബ്രേക്ക് ഇൻ പോയിൻറ്റ്സ് ഓഫ് ദ റൂട്ട് ലോക്കസ് ആർ ഡിറ്റർമൈൻഡ് ഫ്രം ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ dk/ds = 0. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ദെൻ നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഫ്രം എ കോംപ്ലക്സ് ഓപ്പൺ ലൂപ്പ് പോൾ. ഒരു കോംപ്ലക്സ് ഓപ്പൺ ലൂപ്പ് പോൾ, കോംപ്ലക്സ് പോൾ എന്ന് പറഞ്ഞാൽ എന്താ, സിഗ്മ + j-ഒമേഗ എന്നുള്ള ഫോമിൽ വരുന്ന പോൾസ് ഉണ്ട്. റിയൽ ആക്സിസിൽ മാത്രമല്ല, സിഗ്മ j-ഒമേഗ പ്ലെയിനിൽ, അതായത് ഇതാണ് നമ്മുടെ സിഗ്മ j-ഒമേഗ പ്ലെയിൻ. ഇത് ഇമാജിനറി ആക്സിസും ഇത് റിയൽ ആക്സിസുമാണ്. ഇത് സിഗ്മ ആക്സിസും ഇത് ഇമാജിനറി ആക്സിസുമാണ്. ഈ ഒരു പ്ലോട്ടിൽ എവിടെ വേണമെങ്കിലും, ഈ ഒരു പോർഷനിൽ എവിടെ വേണമെങ്കിലും പോൾസ് ആൻഡ് സീറോസ് ഇരിക്കാം. ഇവിടെ ഇത് ഏത് ക്വാഡ്രൻറ്റിൽ വേണമെങ്കിലും ഇരിക്കാം. അതുപോലെ റിയൽ ആക്സിസ് വേണമെങ്കിൽ ഇരിക്കാം, ഇമാജിനറി ആക്സിസിൽ വേണമെങ്കിൽ ഇരിക്കാം. പക്ഷേ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ റിയൽ ആക്സിസിലാണ്, ഇപ്പോൾ -2 ഒരു പോൾ ഇരിക്കുന്നതെങ്കിൽ അതൊരു റിയൽ വാല്യൂ ആണല്ലോ. സോ കോംപ്ലക്സ് പോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് പ്ലസ് j-ഒമേഗ എന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇരിക്കുകയാണെങ്കിൽ എന്താ, -2 + j-ഒമേഗ എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ കോംപ്ലക്സ് പോൾ എന്ന് പറയുന്നത്. എപ്പോഴും പോൾസ് കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം അങ്ങനെ വരുന്ന കോംപ്ലക്സ് ഓപ്പൺ ലൂപ്പ് പോളിൽ നിന്നുള്ള ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ, റൂട്ട് ലോക്കസിൻ്റെ ഡിപ്പാർച്ചർ ± 180 × 2q + 1 + 5. 5 is the net angle contribution at the pole by all other open loop poles and zeros. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ സീറോസ് ആണെങ്കിൽ പോളിൽ നിന്ന് തുടങ്ങി സീറോയിൽ എൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സീറോസ് കോംപ്ലക്സ് സീറോസ് ആണുള്ളതെങ്കിൽ അതിലേക്ക് റീച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് അറൈവലാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചറാണ്. കോംപ്ലക്സ് ഓപ്പൺ ലൂപ്പ് പോൾ ആണെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചറും, കോംപ്ലക്സ് ഓപ്പൺ ലൂപ്പ് സീറോസ് ആണെങ്കിൽ ആംഗിൾ ഓഫ് അറൈവലും കണ്ടുപിടിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് റൂട്ട് ലോക്കസ് വിത്ത് ഇമാജിനറി ആക്സിസ്. ഞാൻ പറഞ്ഞല്ലോ സിഗ്മ, ഇതാണ് നമ്മുടെ സിഗ്മ j-ഒമേഗ പ്ലെയിൻ എന്ന് പറയുന്നത്. സിഗ്മ j-ഒമേഗ പ്ലെയിൻ ഇതിൽ നമ്മളെ അസംഷനാണ്, ഇപ്പം നമുക്ക് ഇവിടെ ഒരു പോളും സീറോയും കിട്ടി. അപ്പം നമ്മൾ ഇതിനെ മാർക്ക് ചെയ്യുക. ഇത് നമ്മുടെ തരുന്ന സിസ്റ്റം നോക്കി പോൾ ആൻഡ് സീറോസ് മാർക്ക് ചെയ്യുക. ദെൻ റൂട്ട് ലോക്കസ് ഈ സിഗ്മയിൽ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് നോക്കുന്നു, j-ഒമേഗയിൽ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നെന്ന് നോക്കുന്നു. ഇനി j-ഒമേഗയിൽ അല്ല, ഓപ്പൺ ലൂപ്പ് സീറോസ് ഒന്നും ഇല്ല, ഇൻഫിനിറ്റിയിലാണ് ഒരു സീറോ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണം. അതിനാണ് നമ്മൾ അസിംപ്റ്റോട്ട്സ്, അതിൻ്റെ ആംഗിള്
കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഇൻ്റർസെക്ഷൻ വിത്ത് ഇമാജിനറി ആക്സിസ് ആണ്. ദെൻ റൂൾ 9 എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ. നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. സോ ഓപ്പൺ ലൂപ്പ് ഗെയിൻ കെ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ ലെങ്ത് ഫ്രം ഓപ്പൺ ലൂപ്പ് പോൾ ടു ദാറ്റ് പോയിന്റ്. ഏത് പോയിന്റിലാണ് ഗെയിൻ ആവേണ്ടതെന്ന് വെച്ചാൽ ഡിവൈഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റർ ലെങ്ത് ഫ്രം ഓപ്പൺ ലൂപ്പ് സീറോസ്. പോൾസ് ഡിവൈഡഡ് ബൈ സീറോസ് അറ്റ് പോയിന്റ് SA. ദെൻ ടിപ്പിക്കൽ സ്കെച്ചസ് ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആവാം നമുക്ക് വരുന്ന പ്ലോട്ട്സ്. ടിപ്പിക്കൽ പ്ലോട്ട്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് പോൾ എവിടെയാണ് മീറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ റൂൾസ് എല്ലാം നമുക്ക് എങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പഠിക്കണം അടുത്തതായിട്ട്. അപ്പം അത് പഠിക്കാൻ അതിൻ്റെ പ്രൊസീജിയറുണ്ട്. എന്തൊക്കെയാണ് ഓരോന്നായിട്ട് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാതെ പ്രോബ്ലത്തിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഓരോരോ സ്റ്റെപ്സായിട്ട് ചെയ്ത് പഠിക്കാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ബുക്കിൽ ഓരോന്നും ചെയ്ത് തന്നെ പോകണം. എങ്കിൽ മാത്രമേ ഇത് പ്ലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കേട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സ്റ്റെപ്സ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ഓരോരോ പ്രോബ്ലംസായിട്ട് വെറൈറ്റി ആയിട്ടുള്ള, അതായത് ഈ ഡിഫറെൻറ്റ് പാറ്റേൺസ് കണ്ടോ, ഇങ്ങനെയൊക്കെ വരാവുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് വരാം. അപ്പം അതുപോലത്തെ പ്ലോട്ട്സ് നമുക്ക് നോക്കണം. അത് പ്രോബ്ലംസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.